ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഐശ്വര്യപുരിക്ക് 18 നായികയാണുള്ളതില് അഞ്ചാമത്തത് ദീപം കത്തിക്കുകയാണ്. ഈ ദീപത്തെ കുറിച്ച് കത്തിച്ച് തീരുമ്പോൾ നമുക്ക് ആ ഒരു മന്ത്രമുണ്ട്. കത്തിച്ച് ഒരു നിമിഷത്തിൽ എല്ലാവരും പെട്ടെന്ന് കത്തിച്ചു കൊടുക്കുക. ഇതിൽ നിന്ന് കത്തിച്ചു കൊടുക്കുക. നിന്ന് എല്ലാവരും കത്തിച്ചു കൊടുക്കുക. നിൽക്കുന്ന 2-3 പേര് വന്ന് കത്തിച്ചു കൊടുക്കുക. എന്തിനാണ് നമ്മൾ ഈ ദീപം കത്തിച്ച് ഇങ്ങനെ ആവാഹിക്കുന്നത്? നമുക്ക് ആ ഭാഗത്തിലേക്ക് ഞാൻ അതുവരെ ഭക്തരുടെ ശ്രദ്ധ നിർവഹിക്കുകയും ചെയ്ത് നമ്മുടെ മനസ്സും വാക്കും ശരീരവും എത്രത്തോളം ശുദ്ധമാക്കി നമ്മള് വയ്ക്കുന്നുണ്ടോ അപ്പോഴേക്ക് നാം തുറന്ന് അഭിമുഖിയിട്ട് തന്നെ വരാം. ഈ ദേവന് നമ്മുടെ ടെക്നോളജിയില് നമ്മുടെ ഇഷ്ട ദൈവത്തിലേക്ക് നമ്മുടെ മനസ്സ് സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അതായത് ഈ കരുണ ശുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഒരു വ്യക്തിയിൽ സദാ ഉണ്ടായിരിക്കുന്നതിനുള്ളതാണ് നാമജപം എന്ന് പറയുന്നത്. അപ്പൊ ഒരു വർഷം ഇത് കത്തിച്ചു കൊടുക്കുക. എന്തിനാണ് ഈ ദീപത്തെ പറയുമ്പോൾ അതായത് ഇതില് നമ്മൾ കത്തിക്കുന്ന നിരോധനം പറയുന്നത് അഗ്നി സാക്ഷിയാണ്. അഗ്നിദേവനാണ്. സകല കർമ്മങ്ങൾക്ക് നമ്മള് അഗ്നിദേവനാണ് സാക്ഷി. അഗ്നി സാക്ഷി അതിനുള്ള ആ ഗുണ്ടെന്ന് പറയുന്നത് ശിവലിംഗമാണ്. അതിന് പറയുന്നത് വിളക്കിന്റെ നടുവിലുള്ള ആ ശിവലിംഗം എല്ലാ ഒഴിക്കുന്ന സ്ഥലത്തിന് പറയുന്നത് പ്രയാസത്തിന്റെ ഈ ലോകമാതാവിനെ കൊടുക്കുന്നതാണ്. എന്ന് ഒഴിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അതാണ്. അതെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം, വൃത്തിയായി കത്തിക്കണം എന്ന് പറയുന്നതിനുള്ള നമ്മുടെ മുതിർന്നവർ പറയുന്നതിനുള്ള കാരണം. അത് പറയുന്നത് എന്നാൽ എല്ലാവരെയും പറയുന്നത് എന്നാൽ ജീവിതവും അതുപോലെ നമ്മുടെ ജീവിത മാറ്റി பழம் வந்து നമ്മുടെ ജീവിതത്തിലും ശിവശക്തിയെ എത്തിക്കുന്നതാണ് ദീപാരാധന. ദീപാരാധന എന്ന് പറയുമ്പോഴേക്കും അടുത്ത് പറയുന്നത് ദേവി ഈ ദീപത്തിലേക്ക് വരണമേ എന്നൊരു പ്രാർത്ഥന നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ സർവകാരണങ്ങൾക്കും കാരണത്തിന്റെയും മത്സ്യപരിവാരിയും സർവ്വജീവിതങ്ങളുടെയും കുലാധർമ്മകൾ സംസാരകത്വം വരെ ശബ്ദമായും